നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഊട്ടിയിലെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ലാംസ് റോക്ക് വ്യൂ പോയിന്റ്. ഊട്ടിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം. ലാംസ് റോക്ക് വ്യൂ പോയിന്റ് കാണുക എന്നതിലുപരി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചകൾ അനവധിയാണ്. മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ നിങ്ങൾക്ക് കാണാം. കൂനൂരിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാം. കൊത്തഗിരിയുടെ മഞ്ഞ് നിങ്ങൾക്ക് ആസ്വദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപാട് കാട്ടി, അതായത് ബൈസനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിലിറ്ററി ക്യാമ്പുകളിലൊന്നായിട്ടുള്ള മദ്രാസ് റെജിമെന്റ് ഉള്ളത്. എല്ലാം കഴിഞ്ഞ ശേഷം നമ്മളിതാ ഇവിടെ എത്തും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു യു ഷേപ്പിലുള്ള ഒരു റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് നേരെ താഴത്തോട്ടുള്ള റോഡിനാണ് നമ്മൾ പോവേണ്ടത്. അതാ ഇവിടുന്ന് നേരെ താഴത്തോട്ടുള്ള റോഡിനാണ് നമ്മൾ പോവേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വഴിയരികിൽ ഒരുപാട് പേര് നിങ്ങളെ നിർത്തിയിട്ട് ഇതാണ് സ്ഥലം, ഇവിടെ മറ്റൊരു വ്യൂ പോയിന്റ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് ബൈനോക്കുലറിലൂടെ കാഴ്ചകൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിളിക്കും. ഒരിക്കലും പോകരുത്. പൈസ നിങ്ങളിൽ തട്ടിയെടുക്കാനുള്ള ഒരു മാർഗമായിട്ട് മാത്രം കണ്ടാൽ മതി. അങ്ങനെ ഈ ഒരു തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ചെറിയൊരു പൈസ നമ്മൾ കാർ പാർക്കിങ്ങിന് കൊടുക്കണം. അങ്ങനെ നമ്മുടെ വെഹിക്കിൾ എല്ലാം പാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഇനി നേരെ പോകുന്നത് ഇതിന്റെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ കൂടെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒരിക്കലും ഭക്ഷണ സാധനങ്ങൾ കൊടുക്കരുത്. കാരണം ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം നല്ലവണ്ണം ഉണ്ട്. ഞങ്ങൾ നേരിട്ട് കണ്ടു, പക്ഷെ വീഡിയോയിൽ പകർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു പോകുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയോ ആണ് ടിക്കറ്റ് നിരക്ക്. കാലക്രമേണ ടിക്കറ്റ് നിരക്കെല്ലാം മാറ്റം ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ലാംസ് റോക്ക് വ്യൂ പോയിന്റ് കാണാൻ മുന്നോട്ട് പോകും. പോകുമ്പോൾ 2 വഴികൾ ഉണ്ടാവും. നമ്മൾ പോവേണ്ടത് വലത് വശത്ത് കൂടെയുള്ള വഴിയിലൂടെയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് കുറെ ഗൈഡുമാരുണ്ടാവും. അവര് നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾ ഇതുവരെ കാണാത്ത, ഇതിനകത്ത് കാണാത്ത മറ്റു വ്യൂ പോയിന്റുകളെല്ലാം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങളുടെ കയ്യിൽ ധാരാളം പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ വ്യൂ പോയിന്റ് കാണാം. അല്ല എങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ്. അങ്ങനെ ഈ ഒരു നടപ്പാത വഴി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലാംസ് റോക്ക് വ്യൂ പോയിന്റ് കാണാൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളുണ്ട്. അവിടെയെല്ലാം നിർത്തി ഫോട്ടോ എടുത്ത് ഇരുന്ന് സാവധാനം പോയാൽ മതി. അപ്പൊ നമ്മൾ ലാംസ് റോക്ക് വ്യൂ പോയിന്റിന്റെ ആദ്യത്തെ ഒരു വ്യൂ പോയിന്റിലാണ് എത്തിയിട്ടുള്ളത്. കോട അത്യാവശ്യം നല്ല വണ്ണം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനപ്പുറത്തേക്ക് എന്താണെന്ന് കാണാൻ അധികം സാധിച്ചിരുന്നില്ല. കോട മാറുമ്പോൾ അതിൻ്റെ ആ ഒരു താഴ്വരയുടെ മനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലാംസ് റോക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു തണുത്ത കാറ്റും ഈ ഒരു മാറി മറിയുന്ന ഈ ഒരു കോടയും ഒക്കെയാണ്. അപ്പോൾ കുറച്ചു നേരം ഇവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഈ താഴ്വരയുടെ ഭംഗിയെല്ലാം കുറച്ചു നേരം ഇരുന്ന് ആസ്വദിക്കുക. അങ്ങനെ ഇവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ചതിന് ശേഷം ഇതിൻ്റെ ഇടതുവശത്തൂടെയുള്ള ചെറിയൊരു നടപ്പാത നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുവഴി നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മറ്റൊരു വാച്ച് ടവർ കൂടെ ഉണ്ട്. ഈ വ്യൂ ടവറിലേക്കുള്ള വഴി എന്ന് പറയുന്നത് കുറച്ച് ഇടുങ്ങിയതാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പ് എല്ലാം പാറയിൽ കൊത്തി എടുത്താണ്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്നാലും അത്ര വലിയൊരു റിസ്ക് ഒന്നും അല്ല. ഇതാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പിലുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ലാംസ് റോക്ക് വ്യൂ പോയിന്റിൻ്റെ ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ചില സമയത്ത് നമ്മൾ ഈ ഷോട്ടെല്ലാം എടുക്കുമ്പോൾ ചില സമയങ്ങൾ ഇവിടുന്ന് നമ്മൾ ഈ ഒരു ഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളൊരു ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചാണോ ഈ ഒരു ഷോട്ട് എടുക്കുന്നത് എന്നുള്ളത്. ഈ ഒരു ക്ലിപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ഡ്രോൺ ഉപയോഗിച്ച് എടുത്താണോ എന്നുള്ളത്. കാരണം അത്രയ്ക്കും ഒരു ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു കോട ഇങ്ങനെ മാറിപ്പോകുന്നത് കാണാൻ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഊട്ടി വരുമ്പോൾ മസ്റ്റായിട്ട് ഈ സ്ഥലം വിസിറ്റ് ചെയ്യണേ, മറക്കരുത് ഒരിക്കലും. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ മറ്റൊരു സംഭവം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതായത് ഇതിനകത്തുള്ള
ശബ്ദം, അതായത് ഈ ഒരു ചെറിയ കാടിനകത്ത് നിങ്ങൾക്ക് എന്താണ് കേൾക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങളധികം ബഹളം ഉണ്ടാക്കരുതെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. കാടിൻ്റെ ശബ്ദം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത ഊട്ടി ട്രിപ്പിൽ ഈ സ്ഥലമെല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. മാത്രമല്ല ലാംസ്ട്രോക്ക് വ്യൂ പോയിന്റും അതേപോലെ തന്നെ മദ്രാസ് റെജിമെന്റ്, ഡോൾഫിൻ നോസ്, ഈ കൂനൂർ കൊത്തഗിരി ഭാഗത്ത് കാണാനുള്ള സ്ഥലങ്ങളുടെ എല്ലാം മുഴുവൻ ഡീറ്റെയിൽസും നമ്മുടെ ചാനലുണ്ട്. കണ്ട് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി യാത്ര ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.